ശരൺ, ഡാൻസ് ഓഫ് സംഘത്തെ ഗുണ്ടകളെന്ന് തെറ്റിദ്ധരിച്ചു എന്ന് പറയുമ്പോൾ അങ്ങനെ ഗുണ്ടകളാൽ ആക്രമിക്കപ്പെടുന്ന തരത്തിൽ തനിക്ക് ശത്രുക്കളുണ്ട് എന്നാണോ ഇയാൾ പറയുന്നത്? എവിടെ നിന്നാണ് ഇയാൾക്ക് ശത്രുക്കളുള്ളത്? സിനിമാ മേഖലയിൽ നിന്നാണോ? എന്താണ് പറയുന്നത്? ഈ ഡാൻസ് ഓഫ് സംഘത്തെ കണ്ട് ശത്രുക്കളെന്ന് തെറ്റിദ്ധരിക്കാനുണ്ടായ സാഹചര്യം, അതായത് അതിനു മുമ്പ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താനാണ് പോലീസ് പിന്നീട് ചോദ്യം ചെയ്തത്. അപ്പോൾ ഷൈൻ പറഞ്ഞിരിക്കുന്നത് തനിക്ക് ശത്രുക്കൾ ഉണ്ടെന്നുള്ളതാണ്. ഈ ശത്രുക്കൾ ആരാണ്, ഈ സിനിമാ മേഖലയിൽ തന്നെ ഉള്ളവരാണോ എന്നുള്ള കാര്യത്തിലൊന്നും തന്നെ ഇപ്പോൾ എന്താണ് മറുപടി പറഞ്ഞതെന്നുള്ള കാര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് പോലീസ് പറയുന്നത് തനിക്ക് ശത്രുക്കൾ ഉണ്ടെന്നുള്ളതാണ് ഷൈൻ മറുപടിയായി നൽകിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് താൻ അത് ഗുണ്ടകളാണെന്ന് തെറ്റിദ്ധരിച്ചത്. തനിക്ക് പല ശത്രുക്കളും ഉണ്ട്. അങ്ങനെ ഡാൻസ് ഓഫ് സംഘം എത്തിയപ്പോൾ അത് ആ ശത്രുക്കൾ തന്നെ പറഞ്ഞുവിട്ട ഗുണ്ടകളാണോ എന്ന് സംശയിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് താൻ അത്തരത്തിൽ ഇറങ്ങി ചാടി ഓടിയെന്നുള്ളതാണ് ഷൈൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത് ആരാണ് എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തത ഷൈൻ വരുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടിയാണ് നമുക്കിനി അറിയാനുള്ളത്. നിലവിൽ പറഞ്ഞിരിക്കുന്നത് തനിക്ക് ഗുണ്ടകളുണ്ട്. ആ ഗുണ്ടകൾ ഉള്ളതിനാൽ തന്നെ തനിക്ക് ശത്രുക്കളുണ്ട്. അതിനാൽ തന്നെ ആ ശത്രുക്കൾ ഗുണ്ടകളെ അയച്ചതാകാം എന്നുള്ളത് താൻ തെറ്റിദ്ധരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അവിടുന്ന് ഇറങ്ങി ഓടിയെന്നുള്ളതാണ്. അർജുൻ മട്ടന്നൂർ കൂടിയുണ്ട്. അർജുൻ, നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ, ആദ്യ ചോദ്യത്തിലുള്ള മറുപടിയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഗുണ്ടകൾ ആക്രമിക്കാൻ വന്നു എന്ന് കരുതി തനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് എന്നും ഷൈൻ ടോം ചാക്കോ പറയുന്നു. പോലീസ് ആ ചോദ്യത്തിൻ്റെ മറുപടിയിൽ തൃപ്തരാണ് എന്ന് കരുതാനാകുമോ? എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത്? സ്മൃതി, അത്തരത്തിൽ നിർണായകമായ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നൽകിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അത് തനിക്ക് ശത്രുക്കളുണ്ട്. ആ ശത്രുക്കളുടെ ഭാഗമായി ഗുണ്ടകളാണ് തന്നെ തേടി ഹോട്ടൽ മുറിയിലേക്ക് എത്തിയത് എന്നാണ് താൻ കരുതുന്നത് എന്നാണ് ഷൈൻ ടോം ചാക്കോ പോലീസിന് നൽകിയ മൊഴി. എന്നാൽ ഈ മൊഴി പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടില്ല. എന്തായാലും പക്ഷേ അന്ന് ഡാൻസ് ഓഫ് ഈ ഹോട്ടലിലേക്ക് എത്തിയപ്പോൾ ഡാൻസ് ഓഫ് പലതവണ ഈ 314 നമ്പർ മുറിയുടെ വാതിലിൽ മുട്ടി. അപ്പോൾ റൂം സർവീസ് വേണ്ട എന്ന് ഷൈൻ ടോം ചാക്കോ പറയുകയും വീണ്ടും മുട്ടുന്നത് കണ്ടപ്പോൾ ഷൈൻ ടോം ചാക്കോ ആ ജനൽ വഴി ചാടി രക്ഷപ്പെടുകയുമായിരുന്നു. എന്തിനാണ് രക്ഷപ്പെട്ടത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ പോലീസിനോട് പറഞ്ഞത്. അത് ഗുണ്ടകളാണ് എന്ന് കരുതി എന്നുള്ളതാണ്. എന്നാൽ ഏത് തരത്തിലുള്ള ഭീഷണിയാണ്, ആരാണ് ഇത്തരത്തിൽ ശത്രുക്കളായി ഉള്ളത് എന്ന ചോദ്യങ്ങളൊക്കെ തന്നെ പോലീസ് സ്വാഭാവികമായും ചോദിക്കും. ആ ചോദ്യങ്ങൾക്കും ഷൈൻ ടോം ചാക്കോ ഉത്തരം നൽകേണ്ടി വരും. പക്ഷേ സ്വാഭാവികമായും ഇത്തരത്തിൽ പോലീസാണ് എന്നറിഞ്ഞില്ല എന്ന് പറയുന്നതിലൂടെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തെ ഒരു പ്രതിസന്ധി മറികടക്കാൻ ശ്രമിക്കുകയാണ് ഷൈൻ ടോം ചാക്കോ. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ശത്രുക്കളാണ് തനിക്കുള്ളത്. ഈ ശത്രുക്കളുടെ ഭാഗമായി വന്ന ഗുണ്ടകളാണ് ഈ തൻ്റെ മുറിയിൽ മുട്ടിയത് എന്ന് കരുതിയാണ് താൻ ഓടിയത് എന്നാണ് ഷൈൻ ടോം ചാക്കോ പറഞ്ഞത്. അതിനുശേഷം ഒരു ആഡംബര ഹോട്ടലിലേക്കാണ് ഷൈൻ ടോം ചാക്കോ പോയത്. അതിനുശേഷം പിറ്റേ ദിവസം തന്നെ ഷൈൻ ടോം ചാക്കോ സംസ്ഥാനം വിട്ട് പൊള്ളാച്ചിയിലേക്ക് പോകുന്ന സാഹചര്യവുമുണ്ടായി. ഇത്തരത്തിൽ പിറ്റേന്ന് രാവിലെ തന്നെ ഇത് പോലീസ് ഡാൻസ് ഓഫ് സംഘം എത്തിയപ്പോൾ ഷൈൻ ടോം ചാക്കോ ഈ ഹോട്ടൽ മുറിയിൽ നിന്നും ഓടിയെന്നും ഇതുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങളുമൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. പക്ഷേ അപ്പോഴും ഷൈൻ ടോം ചാക്കോ സംസ്ഥാനത്തിന് പുറത്തേക്ക് പോവുകയായിരുന്നു. ഇതെന്തുകൊണ്ട് എന്ന ചോദ്യവും സ്വാഭാവികമായും പോലീസ് ഉയർത്തുമെന്ന കാര്യം ഉറപ്പാണ്. മാത്രവുമല്ല, ഈ ഫോണുമായി ബന്ധപ്പെട്ട ചില ഫോൺ രേഖകൾ പോലീസ് പരിശോധിക്കുന്നുണ്ടെങ്കിൽ പോലും മറ്റ് ചില ഫോണുകൾ കൂടി ഷൈൻ ടോം ചാക്കോക്കുണ്ട് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. 3 ഫോണുകൾ ഷൈൻ ടോം ചാക്കോ ഉപയോഗിച്ചിരുന്നു. പക്ഷേ അതിൽ ഒരു ഫോൺ മാത്രമാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായും അത്തരം ചില സംശയങ്ങൾ കൂടി പോലീസിനുണ്ടാകും. മറ്റ് ഫോണുകൾ ഉപയോഗിച്ച് ഇത്തരത്തിൽ അനധികൃതമായ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്ന് പോലീസ് സംശയിക്കും. ഈ കാര്യങ്ങളിലും പോലീസിന് വ്യക്തത വരുത്തേണ്ടി വരും. എന്തായാലും നിർണായകമായ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 2 മണിക്കൂറിലേറെയായി ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പോലീസിനെ കണ്ടപ്പോൾ ഓടിയത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് അത് ഗുണ്ടകളാണ് എന്ന് കരുതിക്കൊണ്ടാണ് താൻ ഓടിയത് എന്ന ഉത്തരം ഷൈൻ ടോം ചാക്കോ നൽകിയിരിക്കുന്നത്. ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുന്നുമുണ്ട്. സ്മൃതി, ശരി, ചോദ്യം ചെയ്യൽ പുരോഗമിക്കുമ്പോൾ തനിക്ക് ശത്രുക്കളുണ്ട്, അതുകൊണ്ട് വന്നത് ഗുണ്ടകളാണെന്ന് തെറ്റിദ്ധരിച്ചു, അങ്ങനെയാണ് താൻ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടത് എന്നാണ് ഇപ്പോൾ ഈ ഓട്ടത്തെക്കുറിച്ച് ഇയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഈ ഓട്ടം എങ്ങോട്ടാണ് എന്ന് പരിഹസിച്ചുകൊണ്ട് ഓട്ടത്തെക്കുറിച്ച് അയാൾ ഇൻസ്റ്റഗ്രാമിൽ ഒരു പരിഹാസ പോസ്റ്റ് ഇടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പേടിച്ചോടി എന്നാണ് ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ പറയുന്നത്. ഭയന്നോടി രക്ഷപ്പെടുകയായിരുന്നു എന്ന് ഷൈൻ ടോം ചാക്കോ പറയുന്നു. സെൻട്രൽ ACPയുടെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യൽ പുരോഗമിക്കുമ്പോൾ ഷൈൻ ടോം ചാക്കോയുടെ ഈ മറുപടികൾ അന്വേഷണ സംഘം വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. 10 മണിയോടുകൂടി നോർത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിയ ഷൈൻ ടോം ചാക്കോയെ
അല്പസമയത്തിന് ശേഷം ചോദ്യം ചെയ്തു തുടങ്ങിയിരുന്നു. ഇപ്പോൾ സമയം 12 കാലോടടുക്കുന്നു. എത്ര നേരം ഈ ചോദ്യം ചെയ്യൽ തുടരുമെന്നറിയില്ല. സെൻട്രൽ ACPയുടെ നേതൃത്വത്തിൽ 3 ACPമാരും ചോദ്യം ചെയ്യുന്നത്. ഓട്ടത്തെക്കുറിച്ചുള്ള മറുപടിയാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്.